കേരളത്തിന്റെ പൊതുസമൂഹം അധികം പരിഗണന നൽകാത്ത വാർത്തയാണ്. അത് നമ്മുടെ ഭരണകൂടം അതിന് കൂടുതൽ പരിഗണന നൽകുന്നുവെന്നും അതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്തുകയും ആ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ കാര്യക്ഷമമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കഴിഞ്ഞ ദിവസം സംസ്ഥാന മന്ത്രിസഭ അംഗീകാരം നൽകിയ ഒരു വിഷയത്തിലേക്കാണ്, അതായത് മുതിർന്ന പൗരന്മാരുടെ സംസ്ഥാന നയം 2026 അതിൻ്റെ കരടിന് മന്ത്രിസഭ അംഗീകാരം നൽകി എന്നതാണ് എടുത്തു പറയേണ്ടത്. കേരളത്തിൽ നമുക്കറിയാം നിരവധിയായ വയോജനങ്ങൾ ഉണ്ട്, അല്ലെങ്കിൽ മുതിർന്ന പൗരന്മാർ ഉണ്ട് എന്ന് നമുക്കറിയാം. അവരിൽ പലരുടെയും ജീവിത സാഹചര്യം അത്ര മെച്ചപ്പെട്ടു നിൽക്കുന്ന ഒന്നല്ല എന്നതും നമുക്കറിയാം. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് മുതിർന്ന പൗരന്മാരുടെ നയം ഇപ്പോൾ സംസ്ഥാന സർക്കാർ അംഗീകരിച്ചത് എന്നതാണ്. എന്താണ് ഈ മുതിർന്ന പൗരന്മാരുടെ നയം എന്നതാണ് നമ്മൾ വിശദമായി പരിശോധിക്കാൻ പോകുന്നത്. അതിൽ എടുത്തു പറയേണ്ടത്, ഈ മുതിർന്ന പൗരന്മാരുടെ നയം എന്നത് മുതിർന്ന പൗരന്മാരുടെ അന്തസ്സും ക്ഷേമവും സംരക്ഷണവും ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള നയം എന്നതാണ്. അങ്ങനെയുള്ള നയത്തിന് ആണ് ഇപ്പോൾ അതിൻ്റെ കരടിനാണ് അംഗീകാരം നൽകിയിട്ടുള്ളത്. മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയുള്ള പരിഷ്കരിച്ച കേരള സംസ്ഥാന നയം ആണ് മന്ത്രിസഭാ യോഗം അംഗീകരിച്ചത്. അതിൻ്റെ കൃത്യമായ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ, സഹകരണ മനോഭാവമുള്ള ഉത്തരവാദിത്വ ബോധമുള്ള സർക്കാരിൻ്റെയും സമൂഹത്തിൻ്റെയും പിന്തുണയോടെ ഒരു മുതിർന്ന വ്യക്തിക്ക് പോലും അവഗണന നേരിടാതിരിക്കുക എന്നതാണ് ഇങ്ങനെയൊരു നയം രൂപീകരിക്കുന്നതിലൂടെ ലക്ഷ്യം വെക്കുന്നത് എന്നതാണ് സർക്കാർ പറയുന്നത്. എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും തുല്യത ഉള്ളതുമായ ഒരു വയോജന സൗഹൃദ സമൂഹത്തെ വളർത്തിയെടുക്കുക എന്നതാണ് ഇതിലൂടെ സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. അങ്ങനെ മുതിർന്ന പൗരന്മാരുടെ അന്തസ്സും ക്ഷേമവും ഉറപ്പാക്കുക, സജീവ പങ്കാളിത്തം സമൂഹത്തിൽ ഉറപ്പാക്കുക. നമുക്കറിയാം പല വിഷയങ്ങളിലും മുതിർന്ന പൗരന്മാർക്ക് ഇടം ലഭിക്കാത്ത ഒരു പശ്ചാത്തലം ഇപ്പോഴുണ്ട് എന്നത്. അതിന് മാറ്റമുണ്ടാവുക, എല്ലാ മേഖലകളിലും മുതിർന്ന പൗരന്മാർക്ക് കൃത്യമായി ഇടം നൽകുക എന്നതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. ഒറ്റപ്പെട്ടവരോ അവഗണിക്കപ്പെട്ടവരോ ആയ മുതിർന്ന പൗരന്മാർ ഇല്ലാത്ത തുല്യതയുള്ള വയോജന സൗഹൃദ സമൂഹത്തെ വളർത്തിയെടുക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം എന്നുകൂടി പറയുന്നുണ്ട്. വാർദ്ധക്യത്തെ ഒരു തളർച്ചയുടെ ഘട്ടമായല്ല, മറിച്ച് വളർച്ചയുടെയും സംഭാവനയുടെയും ഒരു കാലഘട്ടമായി മാറ്റിയെടുക്കുക, അങ്ങനെ വയോജനങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുക എന്നതാണ് ഈ പദ്ധതിയിലൂടെ സംസ്ഥാന സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. ആ പദ്ധതിയുടെ ഉള്ളടക്കത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ എങ്ങനെയാണ് ഈ പദ്ധതി സാധ്യമാവുക എന്നതാണ് പരിശോധിക്കുന്നത്. അതിൽ ഒന്നാമത്തേത് എന്നത് സാമൂഹിക ക്ഷേമ പെൻഷൻ എന്നതാണ്. നമുക്കറിയാം രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ച സാമൂഹിക പെൻഷൻ ലഭിക്കുന്ന സംസ്ഥാനം കേരളം ആണ് എന്നത്. മറ്റ് തൊഴിൽ ഇടങ്ങളിൽ നിന്ന് വിരമിച്ച ശേഷം പെൻഷൻ ലഭിക്കാത്ത എല്ലാവർക്കും തന്നെ പെൻഷൻ ലഭിക്കുന്ന അവസ്ഥ ആണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ സാമൂഹിക ക്ഷേമ പെൻഷൻ കുറ്റമറ്റതാക്കുക, കൃത്യമായി തന്നെ നൽകുക എന്നതാണ് അതിൽ ഒന്ന്. മറ്റൊന്ന് ഇൻഷുറൻസ് എന്നതാണ്. അതായത് ഇപ്പോൾ തന്നെ നമുക്കറിയാം ഈ വാർദ്ധക്യകാലത്തിലേക്ക് എത്തുമ്പോഴാണ് അസുഖങ്ങൾ പലപ്പോഴും നമ്മളെ വേട്ടയാടുന്നത്. അപ്പോൾ ആ അസുഖത്തിന് വരുന്ന ചികിത്സാ ചെലവുകളും മറ്റുമൊക്കെ വഹിക്കാൻ വലിയ ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല ഇൻഷുറൻസ് കമ്പനികൾ പലപ്പോഴും പ്രായം കൂടിയാൽ പിന്നീട് ഇൻഷുറൻസിന് അനുമതി നൽകാത്തൊരു സാഹചര്യം കൂടിയുണ്ട് എന്നതും ഓർത്തെടുക്കുക. അവിടെ കൃത്യമായി വയോജനങ്ങൾക്ക്, അതായത് പ്രായമായ ആളുകൾക്ക് ചികിത്സാ സൗകര്യങ്ങൾ ലഭിക്കുന്ന തരത്തിലേക്ക് ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കും എന്നുള്ളതാണ്. എല്ലാവർക്കും ഇൻഷുറൻസ് എന്നതിലേക്കാണ് നമ്മുടെ സംസ്ഥാനം പോകുന്നത്. കുട്ടികൾക്കടക്കമുള്ള ഇൻഷുറൻസ് കഴിഞ്ഞ ബജറ്റിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചതുമാണ്. അങ്ങനെ മുതിർന്നവർക്കായി ഒരു റിവേഴ്സ് മോർട്ട്ഗേജ് പദ്ധതി ആരംഭിക്കും എന്നുകൂടിയാണ് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കുന്നത്. ഇനി മറ്റൊന്ന്, അതായത് ഈ മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിനായുള്ള മറ്റൊരു നയം എന്നത് മുതിർന്ന പൗരന്മാരെ പരിചരിക്കുന്ന ആളുകൾ, അങ്ങനെ പരിചരിക്കുന്ന നിരവധിയായ ആളുകൾ ഉണ്ട് എന്നത് നമുക്കറിയാം. പക്ഷേ അതിന് ശാസ്ത്രീയമായ പരിശീലനം ലഭിച്ചവരാണോ? ഇപ്പോൾ വൃദ്ധസദനങ്ങൾ എന്നത് കേരളത്തിലൊരു പുതുമയൊന്നും ഉള്ള സാഹചര്യമല്ല. പല ആളുകളും വിദേശത്തൊക്കെയാണ് ജോലി ചെയ്യുന്നത്. അവരുടെ കുടുംബം വിദേശത്തായിരിക്കും. അവർക്കൊക്കെ കൃത്യമായ അച്ഛനമ്മമാരെയൊക്കെ സംരക്ഷിക്കാൻ ശേഷിയില്ല, അല്ലെങ്കിൽ സമയം കണ്ടെത്താൻ പറ്റില്ല, ഒപ്പം നിൽക്കാൻ പറ്റില്ല. അവർക്ക് പണം മുടക്കി വൃദ്ധസദനങ്ങളിൽ അവരെ സുരക്ഷിതമായി പാർപ്പിക്കാൻ സാധിക്കും. അവിടെ എല്ലാ സംവിധാനവും ഉണ്ടാകും, ഡോക്ടർമാരുണ്ടാകും, നഴ്സുമാരുണ്ടാകും, കൃത്യമായ ഭക്ഷണം ലഭിക്കും, അവരുടെ മാനസിക ഉല്ലാസത്തിന് വേണ്ട പരിപാടികളൊക്കെ ഉണ്ടാകും. പക്ഷേ എല്ലാവർക്കും അത് സാധ്യമാകാത്ത സാഹചര്യമുണ്ട്. അവിടെയാണ് ഈ മുതിർന്നവരെ അവരെ കൈകാര്യം ചെയ്യുന്ന
ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവർക്ക് കൃത്യമായി അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് അവരെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടിയുള്ള കൃത്യമായ പരിശീലനം ആളുകൾക്ക് നൽകും എന്നതിനോടൊപ്പം തന്നെ അങ്ങനെയുള്ള ആളുകൾക്ക് സർട്ടിഫിക്കറ്റ് കൂടി നൽകും എന്നുള്ളതാണ്. കൃത്യമായി പരിശോധിക്കാൻ ശേഷിയുള്ള ആളുകളാണ്, യോഗ്യതയുള്ള ആളുകൾ ആണ് എന്ന് വ്യക്തമാക്കുന്ന സർട്ടിഫിക്കറ്റ് നൽകും എന്നതാണ്. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് സംയോജിത പരിചരണവും സ്വാന്തന ചികിത്സയും ആണ്. കൃത്യമായി ഈ പ്രായം ആയ ആളുകൾക്ക് ചികിത്സാ സംവിധാനങ്ങൾ ഇപ്പോൾ തന്നെ നമുക്കറിയാം, പാലിയേറ്റീവ് കെയർ പോലെയുള്ള മറ്റു പല സംവിധാനങ്ങളുമൊക്കെ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്വാന്തന ചികിത്സാ പദ്ധതി അതും, അതായത് എല്ലാ ചികിത്സാ രീതികളെയും ബന്ധിപ്പിച്ചുകൊണ്ട് കഴിയുന്നത്ര കാര്യക്ഷമമായി തന്നെയുള്ള ചികിത്സാ സംവിധാനങ്ങൾ നമ്മുടെ വയോധികർക്ക്, പ്രായമായവർക്ക് ലഭ്യമാക്കുന്ന ഒരു സാഹചര്യം ആണ് സംസ്ഥാന സർക്കാർ സൃഷ്ടിച്ചെടുക്കാൻ പോകുന്നത് എന്നതാണ്. മറ്റൊന്ന് ആരോഗ്യ പരിരക്ഷ, അതോടൊപ്പം തന്നെ ശാരീരിക പരിരക്ഷ എന്നതാണ്. വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോഴാണ് കൂടുതൽ ശാരീരികമായ അവശതകൾ ഉണ്ടാകുന്നത്, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. അവിടെ നമുക്കറിയാം, യൗവന കാലഘട്ടത്തിലൊക്കെ പലരും ഈ ശാരീരികമായ ക്ഷമത വർദ്ധിപ്പിക്കാനൊക്കെ കൂടുതൽ ശ്രമം നടത്തും. ഈ എന്നും വ്യായാമം ചെയ്യണം, അത്തരത്തിലൊക്കെയുള്ള നിർദ്ദേശം അനുസരിച്ച് ഒരു യുവത്വത്തിൻ്റെ കാലഘട്ടം നമുക്കറിയാം. അതിനുശേഷം നമ്മൾ വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുന്ന പശ്ചാത്തലമാണ് ഉള്ളത്. എന്നാൽ ചിലർ അങ്ങനെയല്ല താനും. എന്തു തന്നെയാണ് എങ്കിലും അങ്ങനെ ആരോഗ്യ പരിരക്ഷയും ശാരീരിക പരിരക്ഷയും ഉയർത്തുക എന്ന ലക്ഷ്യം ആണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. മറ്റൊന്ന് എന്നത് മെമ്മറി ക്ലിനിക്കുകൾ, ഒപ്പം ഡിജിറ്റൽ ഇ ഹെൽത്ത് സംവിധാനം എന്നതാണ്. നമുക്കറിയാം, ഈ യുവാക്കൾ തീർച്ചയായും അവർ ശാരീരികമായി കായികമായൊക്കെ കൂടുതൽ ക്ഷമതയുള്ളവരാണ് എങ്കിൽ അത് വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ കായിക ക്ഷമതയ്ക്ക് ഒപ്പം തന്നെ മാനസികമായ പ്രശ്നങ്ങളും ഉണ്ടാകും എന്നതാണ്. അങ്ങനെയുള്ള മാനസിക ആരോഗ്യ പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നത് നമുക്ക് ഓർമ്മശക്തിയിലടക്കമുണ്ടാകുന്ന കുറവുകൾ ഉണ്ട്. അതെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള മാനസികമായി വാർദ്ധക്യത്തിൽ എത്തി നിൽക്കുന്ന ആളുകളെ കൂടുതൽ കരുപ്പിടിപ്പിക്കുന്നതിന് വേണ്ടിയും അവരുടെ ദൈനംദിന പ്രവർത്തികളിൽ അവർക്ക് തന്നെ കൂടുതൽ ഇടപെടാൻ സാധിക്കുന്ന, മറ്റുള്ളവരുടെ സഹായം ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകാൻ പറ്റുന്ന തരത്തിലേക്ക് വാർദ്ധക്യകാലത്തിൽ ഉള്ളവരെ മെച്ചപ്പെടുത്തിയെടുക്കുക എന്ന ഒരു സമീപനം കൂടി സ്വീകരിക്കുന്നുണ്ട്. ടെലിമെഡിസിൻ, അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്ത് തന്നെ ധരിക്കാവുന്ന തരത്തിലുള്ള നിരീക്ഷണ സംവിധാനങ്ങൾ തുടങ്ങിയ നൂതന സാങ്കേതിക വിദ്യകൾ കുറഞ്ഞ ചെലവിൽ തന്നെ ലഭ്യമാക്കും എന്നാണ് സർക്കാർ പറയുന്നത്. പല വിദേശ രാജ്യങ്ങളിലും ഇത്തരത്തിൽ തന്നെ ഉള്ള സംവിധാനങ്ങൾ ഉണ്ട്. ഈ വാർദ്ധക്യ സഹജമായ ആളുകൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയൊക്കെ ചെയ്താൽ ഇത്തരം ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് അത് തിരിച്ചറിയാനും അവരിലേക്ക് എത്രയും പെട്ടെന്ന് സഹായം എത്തിക്കാനും ഒക്കെ സാധിക്കും. അപ്പോൾ വയോജന സൗഹൃദ സാങ്കേതിക വിദ്യകൾ പരമാവധി പ്രോത്സാഹിപ്പിക്കും എന്നതാണ് വ്യക്തമാകുന്നത്. ഒപ്പം അതിനുവേണ്ട ഡിജിറ്റൽ സാക്ഷരത, നമ്മുടെ തലമുറയിൽ നിന്ന് പിന്നിലേക്ക് ചിന്തിക്കുമ്പോൾ പ്രായമായ ആളുകളിൽ പലരും ഈ ഡിജിറ്റൽ സാക്ഷരതയിൽ പിന്നിൽ നിൽക്കുന്നവരാണ്. അവർക്ക് ഈ പുതിയ ടെക്നോളജിയൊക്കെ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണ്. അവർക്ക് അത്തരം പരിശീലനം കൂടി നൽകും എന്നതാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. മറ്റൊരു കാര്യം എന്നത് വാതിൽപ്പടി സേവനവും പൊതുഗതാഗത സൗകര്യവും മെച്ചപ്പെടുത്തും എന്നതാണ്. നമുക്കറിയാം, ഈ പ്രായമായ ആളുകൾക്ക് പെൻഷൻ അടക്കം വീട്ടിൽ എത്തിച്ച് നൽകുന്ന ഒരു സംസ്ഥാനം ആണ് കേരളം. പെൻഷൻ വാങ്ങാൻ ബാങ്കിലൊന്നും പോകേണ്ട ആവശ്യമില്ല, നമ്മുടെ വീട്ടുപടിക്കൽ ആണ് പെൻഷൻ ലഭിക്കുന്നത്. അതുപോലെ വാർദ്ധക്യത്തിലേക്ക് എത്തി നിൽക്കുന്ന ആളുകൾക്ക് അവർക്ക് ആവശ്യമാകുന്ന സേവനങ്ങളിൽ കഴിയുന്നത്ര വീട്ടിൽ തന്നെ എത്തിച്ചു നൽകുന്ന വാതിൽപ്പടി സേവനം കൂടുതൽ കാര്യക്ഷമമാക്കും എന്നതാണ്. മറ്റൊന്ന് പൊതുഗതാഗത സൗകര്യം എന്നതാണ്. ഇപ്പോൾ തന്നെ നമുക്കറിയാം, ഈ ബസ്സിൽ ഒക്കെ യാത്ര ചെയ്യുമ്പോൾ അതിൽ മുതിർന്ന പൗരന്മാർ എന്ന ബോർഡ് കാണാൻ സാധിക്കും. അവിടെ 1-2 സീറ്റുകൾ അവർക്ക് വേണ്ടിയൊക്കെ സംവരണം ചെയ്തിട്ടുള്ളതാണ് എന്നത് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ പ്രായമായവർ കഴിയുന്നത്ര പൊതുഗതാഗത സംവിധാനത്തെ പ്രയോജനപ്പെടുത്താറില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സ്വകാര്യ വാഹനങ്ങളെ ആശ്രയിക്കേണ്ടതായി വരും. അതിന് സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ട്, ചെലവൊക്കെ വരുന്ന സാഹചര്യം ആണ് ഉള്ളത്. പക്ഷേ അതിൽ നിന്നും മാറി കഴിയുന്നത്ര പൊതുഗതാഗത സംവിധാനങ്ങൾ പ്രായമായവർക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന തരത്തിലേക്ക് സേവനങ്ങളെ മാറ്റിയെടുക്കും എന്നതാണ് ഏറ്റവും നിർണായകമാകുന്ന, ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ആനുകൂല്യം എന്നത്. ഇനി പറയുന്ന പോയിന്റും വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നമുക്കറിയാം, ഇപ്പോൾ സ്വകാര്യ സ്ഥാപനങ്ങളാകട്ടെ സർക്കാർ സംവിധാനങ്ങളാകട്ടെ അവിടെയൊക്കെ ഒരു റിട്ടയർമെൻറ്റ് പ്രായം ഉണ്ട്. ഈ റിട്ടയർമെൻറ്റിലേക്ക് എത്തുമ്പോൾ ആളുകളിൽ വലിയ തോതിലുള്ള ഒരു ആശങ്ക ഉണ്ടാക്കുന്നു, ഉത്കണ്ഠ ഉണ്ടാക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതായത് ഈ റിട്ടയർമെൻറ്റിന് ശേഷം എന്ത്, എങ്ങനെ എന്നൊക്കെയുള്ള സംശയങ്ങളുണ്ടാകും. അവിടെ ഇതാ നൈപുണ്യ ഇൻറ്റേൺഷിപ്പ് എന്ന ഒരു ക്യാമ്പയിനിലേക്ക് പോകും സർക്കാർ സംവിധാനം എന്നതാണ്. പ്രായമായവരുടെ
മികവ്, അവർക്ക് ഏത് മേഖലയിലാണോ മികവ് പുലർത്താൻ സാധിക്കുക ആ മികവിനെ പ്രയോജനപ്പെടുത്തും എന്നതാണ് എടുത്തു പറയേണ്ടത്. ഒപ്പം വിജ്ഞാന പഠന കേന്ദ്രങ്ങൾ, അതായത് വാർദ്ധക്യ വിജ്ഞാന പഠന മേഖലയിൽ മികവിൻ്റെ കേന്ദ്രങ്ങൾ തുടങ്ങും എന്നത് കൂടിയാണ് എടുത്ത് പറയേണ്ടതായി വരുന്നത്. അങ്ങനെ വയോജനങ്ങളുടെ അറിവും അനുഭവ സമ്പത്തും യുവതലമുറയ്ക്ക് നൽകാൻ പറ്റുന്ന തരത്തിൽ അവരുടെ സേവനങ്ങളെ പ്രയോജനപ്പെടുത്തും എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒന്ന് തന്നെയാണ്. അതായത് ഇപ്പോൾ നമ്മൾ സ്വകാര്യ മേഖലകൾ പരിശോധിക്കുക, അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഇന്നൊവേഷനുകൾ പരിശോധിക്കുക, അവിടെയൊക്കെ പലതും ഏറെ പ്രായമായവരുടെ കൈകളിൽ നിന്നാണ് പിറന്നിട്ടുള്ളത് എന്നത് മനസ്സിലാക്കാൻ സാധിക്കും. ലോകത്തിന് തന്നെ പല ബ്രാൻഡുകളും പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. അതൊക്കെ പ്രായമായവർ ആണ് ആ ബ്രാൻഡിന് പിന്നിൽ എന്നതൊക്കെയാണ്. ഇപ്പോൾ KFC എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് നമ്മുടെ കേരളത്തിലൂടെ തന്നെ സഞ്ചരിക്കുമ്പോൾ എവിടെയൊക്കെ KFCയുടെ ബോർഡ് കാണാം. ഒരു പക്ഷേ ഞാനത് വിശദീകരിക്കുന്നില്ല, പ്രേക്ഷകർക്ക് ഈ ഗൂഗിളിൻ്റെ കാലഘട്ടമാണ്. അതിൽ ഈ KFCയെക്കുറിച്ചൊക്കെ ഒന്ന് സെർച്ച് ചെയ്താൽ മനസ്സിലാകും ഏത് പ്രായത്തിൽ ആയിരുന്നു കെൻറ്റക്കി ഫ്രൈഡ് ചിക്കൻ എന്ന ആ ബ്രാൻഡ് ഉണ്ടായത് എന്നും അയാൾ കണ്ടെത്തിയതുമെന്നുമൊക്കെ. ഇങ്ങനെ നൂറുകണക്കിന് ബ്രാൻഡുകൾ, ഉൽപ്പന്നങ്ങൾ, സേവനങ്ങൾ അതെല്ലാം പിറന്നത് വാർദ്ധക്യത്തിൽ നിന്നാണ് എന്നതാണ്. അപ്പോൾ വാർദ്ധക്യം എന്നത് മാറ്റി നിർത്തേണ്ട ഒരു പ്രായം അല്ല എന്ന് നമ്മുടെ സംസ്ഥാന സർക്കാർ തിരിച്ചറിയുന്നുവെങ്കിൽ അത് തീർച്ചയായും സ്വാഗതം ചെയ്യപ്പെടേണ്ട ഒന്ന് തന്നെയാണ് എന്നത് മാത്രവുമല്ല, വിനോദ പരിപാടികളും സംഘടിപ്പിക്കും. അതായത് വാർദ്ധക്യത്തിലേക്ക് എത്തുന്ന ആളുകളുടെ മാനസികവും ശാരീരികവുമായ ഉല്ലാസത്തിനോടൊപ്പം തന്നെ വിനോദ പരിപാടികൾക്ക് ഊന്നൽ നൽകും. ഇപ്പോൾ തന്നെ ഈ കുടുംബശ്രീയുടെയും ഒക്കെ ആഭിമുഖ്യത്തിൽ, തൊഴിലുറപ്പ് തൊഴിലാളികളുടെയൊക്കെ നേതൃത്വത്തിൽ അത്തരം ചില യാത്രകളൊക്കെ നമ്മുടെ വീട്ടിലെ അമ്മമാരൊക്കെ ഒരു പരിധിവരെയെങ്കിലുമൊക്കെ ഇപ്പോഴാണ് കൂടുതൽ യാത്രയൊക്കെ ചെയ്തു തുടങ്ങിയത്. ജീവിതത്തെ കൂടുതൽ വിശാലമായി അവർക്ക് കാണാൻ പറ്റുന്ന ഒരു ജീവിത സാഹചര്യത്തിലേക്കൊക്കെ അവരിപ്പോഴാണ് എത്തിയത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ യുവത്വത്തിൽ നിൽക്കുന്നവർ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ രക്ഷിതാക്കളെയൊക്കെ മാറ്റി നിർത്തുന്ന ഒരു സമീപനമുണ്ട്. അവർക്കൊന്നും നമ്മുടെ വേഗതയിൽ എത്താൻ പറ്റില്ല എന്ന ഒരു തോന്നലുണ്ട്. അങ്ങനെയല്ല ചെയ്യേണ്ടത്, അവരെയും ഒപ്പം കൂട്ടുക തന്നെയാണ് വേണ്ടത്. അവരും കൃത്യമായി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. നമുക്ക് വേണ്ടി ആയുസിൻ്റെ വലിയൊരു ഭാഗം മാറ്റിവെച്ചവർ ആണ്. അതുകൊണ്ട് തന്നെ വാർദ്ധക്യകാലത്ത് അവരുടെ കൈ പിടിച്ചാണ് നമ്മൾ നടക്കേണ്ടത് എന്നതിൽ ഒരു തർക്കവുമില്ല. ആ തിരിച്ചറിവ് തീർച്ചയായും സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്നത് പരാതി സെല്ലുകൾ സർക്കാർ രൂപീകരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ വയോജനങ്ങൾക്ക് നിരവധിയായ പരാതികളുണ്ട്. ആ പരാതികളൊക്കെ പ്രായമായവർ എവിടെയെങ്കിലുമൊക്കെ അടങ്ങി ഒതുങ്ങി അങ്ങ് ഇരുന്നാൽ മതി എന്ന പൊതുസമൂഹത്തിൻ്റെ ഒരു പൊതു നിരീക്ഷണമുണ്ടല്ലോ, അത് മാറേണ്ടതുണ്ട്. അത് മാറേണ്ടത് തന്നെയാണ്. അവർക്ക് മറ്റേതൊരാൾക്കും എങ്ങനെയാണോ സമൂഹത്തിൽ അവകാശമുള്ളത് അങ്ങനെ തന്നെ കൃത്യമായ അവകാശമുണ്ട്. ആ അവകാശത്തെ നമ്മൾ ബഹുമാനിക്കുകയും ആ അവകാശത്തിന് പൂർണ്ണമായി പിന്തുണ നൽകുകയുമാണ് ചെയ്യേണ്ടത്. അതിനു വേണ്ട ഉത്തരവാദിത്വ ബോധത്തോടു കൂടിയുള്ള ഒരു ഇടപെടൽ ആണ് ഇപ്പോൾ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. അതാണ് ന്യൂസ് ഡെസ്കിൽ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്ന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന്. നമ്മളെപ്പോഴും രാഷ്ട്രീയത്തിനാണ് കൂടുതൽ ഇടം നൽകാറുള്ളത്. രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടുള്ള പല പദ്ധതികളും പല സർക്കാരുകളും പ്രഖ്യാപിക്കാറുണ്ട്. എങ്കിൽ ഈ നീക്കം തീർച്ചയായും രാഷ്ട്രീയത്തിനപ്പുറം നിന്നുകൊണ്ട് നിരീക്ഷിക്കേണ്ട ഒന്ന് തന്നെയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.